ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നെയ്യിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെയ്യിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പോളം നാളികേരം ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അതുവരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ നാളികേരം ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം പഴുപ്പോട് കൂടിയിട്ടുള്ള 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലെ ആ കറുത്ത സീഡ്സൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും പഴം നന്നായിട്ട് സോഫ്റ്റായി വരും. ഇനി ഈ പഴം നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ നമുക്കതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചുള്ള മധുരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ശർക്കര നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം ആ ശർക്കര നീര് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം അവിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ വെളുത്ത അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്ത അവൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. ബ്രൗൺ കളറിലുള്ള അവലാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ പഴത്തിൻ്റെ ഈ ഒരു കൂട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട് അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നെയ്യ് ചൂടാക്കിയ സമയത്ത് കാഷ്യൂ നട്ടും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നാളികേരം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 6-7 പീസസ് ഒന്ന് സ്ലൈസസ് ആക്കിയതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാം. ഈ പഴം കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ബാറ്ററിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഴം ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് സ്നാക്കിൻ്റെ പുറം ഭാഗത്തിന് കുറച്ച് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ, അത് നിർബന്ധമുള്ളതല്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് അരച്ചെടുക്കാനായിട്ട് നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അധികം കട്ടിയാവാതെ എന്നാൽ അധികം ലൂസാവാത്ത ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്കൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ്, ഇതുപോലെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ്.
പിന്നെ നമുക്കത് അരച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വെള്ളം വേണ്ടി വരുമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോരോ ബോൾസായിട്ട് നമുക്ക് ഈ മാവിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ മാവ് നന്നായിട്ട് കവറാവുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയൊരു പാൻ ആയതുകൊണ്ട് 2 എണ്ണമാണ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് വേർപെടുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാ ഭാഗവും നല്ലൊരു കളറൊക്കെ ആയി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കി വരുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. ഇത് കുറേ പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയാവും. എന്നാലും അറിയാത്തവർ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്